ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്ത്രങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും നല്ല വെയിലുള്ളൊരു ദിവസം കേട്ടോ. അതിൻ്റെ കൂടെ ചെറിയൊരു ഇളം തണുത്ത കാറ്റും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ അരച്ചു വെച്ച ദോശമാവ് എടുത്ത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ പാനൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിന് ശേഷം ദോശയുടെ മാവ് ഒഴിച്ചു. അങ്ങനെ ഞാൻ ദോശ ചുട്ടു. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിന് ദോശയും പിന്നെ കടലക്കറി, നല്ല ഒന്നാം തരം നമ്മുടെ നാടൻ കടലക്കറിയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രാവിലെ എണീറ്റ് വേഗം ഉണ്ടാക്കി കേട്ടോ, കാരണം പുള്ളി നൈറ്റ് കഴിഞ്ഞ് വേഗം വരുന്നതല്ലേ. അങ്ങനെ ഞാൻ ദോശയും കടലക്കറിയും എല്ലാം എടുത്ത് നന്നായിട്ട് നല്ല നാടൻ കടലക്കറിയുടെ രുചി കേട്ടോ. ഞങ്ങൾ കടലക്കറി വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ, പക്ഷേ ഇന്നുണ്ടാക്കി. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ കടലക്കറി കഴിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു നാടൻ ഭയങ്കര ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ നാടൻ നമ്മുടെ കടലക്കറിയും അതിൻ്റെ കൂടെ കുറേ ദോശയും ചുട്ട്. പിന്നെ പിള്ളേർ എണീറ്റ് വന്നു. അപ്പോൾ പിള്ളേർ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അവർക്കും 2 പാത്രത്തിൽ ഞാൻ ദോശയും പിന്നെ അതിൻ്റെ കൂടെ നല്ല നാടൻ കറിയും കൊടുത്തു കേട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അവർക്ക് നമ്മുടെ നാടൻ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ടീമുകളാണ്. അങ്ങനെ ഞാൻ നല്ല നാടൻ ദോശയും അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ കടലക്കറി. കണ്ടില്ലേ എന്നാ രസമല്ലേ, നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്നൊരു ഫീലിങ്സ് അല്ലേ. ഇപ്പോൾ ഹോട്ടലിലൊക്കെ നമ്മുടെ നാട്ടിലെ തട്ടുകടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നാടൻ ഫുഡല്ലേ കിട്ടുന്നത്. എന്ത് രസമല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.